നമ്മളെല്ലാവരുടെയും നിയത്ത് റമദാനിന് വേണ്ടിയിട്ട് ഒരുങ്ങുക എന്നുള്ളതാണ്. ഇനി ഒരുങ്ങാൻ അധിക ദിവസങ്ങളില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. വിരലിൽ എണ്ണാവുന്ന ചുരുക്കം ദിവസങ്ങൾ മാത്രമാണ് ഇനി റമദാനിലേക്ക് എത്താൻ നമ്മുടെ മുന്നിലുള്ളത്. അപ്പൊ നമ്മൾ റമദാനിന് വേണ്ടി നമ്മൾ ഒരുങ്ങിയിട്ടുണ്ടോ എന്ന് നമ്മൾ സ്വയം ചോദിക്കുകയാണ് ആദ്യം വേണ്ടത്. ഭൗതികമായി ചിലപ്പോൾ നമ്മൾ ഒരുങ്ങിയിട്ടുണ്ടാവും. വീട് പരമാവധി വൃത്തിയാക്കാൻ പറ്റുന്നതിനപ്പുറത്തേക്ക് നമ്മൾ വൃത്തിയാക്കി വെച്ചിട്ടുണ്ടാവും. നമ്മുടെ പള്ളികൾ എത്രത്തോളം മനോഹരമാക്കാൻ പറ്റുമോ അത്രത്തോളം മനോഹരമായ രീതിയിൽ അതിനെയും വൃത്തിയാക്കിയിട്ടുണ്ടാവും. എന്നാൽ വ്യക്തിപരമായി കൊണ്ട് റമദാനിലേക്ക് എത്തുമ്പോൾ നമ്മുടെ ഹൃദയത്തെ, നമ്മുടെ മനസ്സിനെ നമ്മൾ എത്രത്തോളം ശുദ്ധീകരിച്ചിട്ടുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും പറയുന്നത് ഇഹലോകത്തെ വല്ലാണ്ട് ഇഷ്ടപ്പെടേണ്ടതില്ല എന്നുള്ളതാണ്. ഇഹലോകത്തിനോട് നിങ്ങൾക്ക് വല്ലാത്ത മുഹബത്തിന്റെ ഒന്നും ആവശ്യമില്ല എന്നുള്ളതാണ്. എന്നാൽ ആ പറഞ്ഞ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ഇഹലോകത്ത് ജീവിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു കാലം കൂടിയാണ് പരിശുദ്ധ റമദാൻ എന്ന് പറയുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബാക്കളും റമദാനിന് മുമ്പുള്ള 6 മാസം റമദാനിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നുള്ളതാണ്. നമ്മുടെ മുമ്പിൽ ഇനി 6 ദിവസം പോലും റമദാൻ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരുക്കം അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യുക, ഒരു കാര്യത്തിന് വേണ്ടി പ്ലാൻ ചെയ്യുക എന്ന് പറയുന്നത് വളരെ നിർബന്ധമുള്ള കാര്യമാണ്. നമ്മളൊക്കെ ഏതൊക്കെ അർത്ഥത്തിൽ ഏതൊക്കെ ജോലികൾ ചെയ്യുന്നവരായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കഴിവുകൾ നമുക്കുണ്ടാവും. സ്കൂളിലൊരു കുട്ടി വളരെ സ്പീഡിൽ ഓടുന്ന ആളാണെങ്കിൽ, വേഗതയുള്ള ഓട്ടക്കാരനാണെങ്കിൽ ആ കുട്ടി ഏതോ ഒരു സന്ദർഭത്തിൽ വലിയൊരു ഓട്ടക്കാരനായതൊന്നും ആവൂല. അവൻ്റെ ചെറുപ്പം മുതലുള്ള പരിശീലനം, അവൻ്റെ ചെറുപ്പം മുതലുള്ള പ്ലാനിങ്, അവൻ്റെ മാതാപിതാക്കൾ കൂടെ നിന്നുകൊണ്ട്, അവൻ്റെ കോച്ച് കൂടെ നിന്നുകൊണ്ട് ഓടിയിട്ടാണ് അവൻ വലിയൊരു ഓട്ടക്കാരനായിട്ട് മാറുന്നത്. ഇനി അല്ല, നമ്മളൊരു സമ്മേളനം നടത്തുകയാണെങ്കിൽ തന്നെ, ഇന്ന് രാത്രി ഒരു സമ്മേളനം തീരുമാനിക്കുകയാണ്, അല്ലെങ്കിൽ ഇതേപോലൊരു പ്രോഗ്രാം ഇന്നലെ രാത്രി തീരുമാനിക്കുകയാണെങ്കിൽ അതിന് ഇത്രത്തോളം ഭംഗി ഉണ്ടാവില്ല, ഇത്രത്തോളം ആളുകൾ ഇവിടെ ഉണ്ടാവില്ല. അപ്പോൾ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് വളരെ നിർബന്ധമായിട്ടുള്ള, അത് അധികം സമയം എടുത്തുകൊണ്ട് നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളെയും വിലയിരുത്തിക്കൊണ്ട് നടക്കേണ്ട ഒരു പ്രക്രിയയാണ് പ്രിപ്പറേഷൻ അല്ലെങ്കിൽ പ്ലാനിങ് എന്നൊക്കെ പറയുന്നത്. ഇസ്ലാമിക ചരിത്രത്തിൽ തബൂക്ക് യുദ്ധം എന്ന് പറയുന്ന ഒരു സംഭവം നടക്കുന്നുണ്ട്. തബൂക്കിനെ കുറിച്ച് വായിച്ചവരായിരിക്കാം. തബൂക്കിന്റെ ചരിത്രം നമുക്ക് ഒരുപാട് പാഠങ്ങൾ നൽകുന്നുണ്ട്. തബൂക്കിന് വേണ്ടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളെ വിളിക്കുന്നത്, അല്ലെങ്കിൽ തബൂക്ക് നടക്കുന്നത് ഹിജ്റ 9-ാം വർഷത്തിലാണ്. ഹിജ്റ 9-ാം വർഷത്തിൽ തബൂക്ക് നടക്കുന്നു എന്ന് പറയുമ്പോൾ മക്ക ഫതഹിനൊക്കെ ശേഷം ഇസ്ലാം അതിന്റെ പ്രൗഢിയോടുകൂടി അത് വളർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത്, മദീന എന്ന് പറയുന്ന നഗരം, അതിൻ്റെ ഒരു നാഗരികത അതൊക്കെ രൂപീകരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത്, എന്തുകൊണ്ടും ഇസ്ലാമിന് ഒരു നല്ല സമയം എന്ന് കണക്കാക്കാൻ പറ്റുന്ന സമയത്താണ് റോമക്കാര് മദീനയെ ആക്രമിക്കുന്നുണ്ട്, മദീനയെ ആക്രമിക്കാനുള്ള പ്ലാനിങ് നടക്കുന്നുണ്ട് എന്നുള്ളത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ആ സമയത്ത് തന്നെ റസൂൽ മനസ്സിലാക്കുന്നുണ്ട്, റോമക്കാർ ഈ ഒരു സമയത്ത് മദീനയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഈ വളർന്നുകൊണ്ടിരിക്കുന്ന ഈ പട്ടണം അത് നശിക്കും, അതിനൊരുപാട് കേടുപാടുകൾ ഉണ്ടാവും. നമുക്കറിയാം, യുദ്ധം എന്ന് പറയുന്നത് അത് വളരെ പ്രശ്നപൂരിതമാണ്. ആ നാട്ടിലുള്ള ബിൽഡിങ്ങുകൾ, മനുഷ്യന്മാർ, അവിടെയുള്ള കൃഷി എല്ലാത്തിനെയും നശിപ്പിക്കുന്നതാണ്. നമ്മുടെ മുമ്പിൽ നിലവിൽ ഉദാഹരണങ്ങളുള്ളതാണ്. ഫലസ്തീനിന്റെ അവസ്ഥ നമുക്കറിയാം. ഗസയിലുള്ള ആ ഒരു 2023 മുമ്പും അല്ലെങ്കിൽ അതിന് ശേഷമുള്ള ഗസയുടെ അവസ്ഥ എന്താണ് എന്നുള്ളത് സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ നമ്മൾ കാണുന്നതാണ്. അപ്പൊ മദീനയിലേക്ക് റോമക്കാർ പ്രവേശിച്ചു കഴിഞ്ഞാൽ മദീനയെ അത് ബാധിക്കുമെന്നുള്ള പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ടാണ്
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളെ ക്ഷണിക്കുന്നത് അവർ മദീനയിലേക്ക് എത്തുന്നതിന് മുമ്പ് നമുക്ക് അങ്ങോട്ട് പോകേണ്ടതുണ്ട്. റസൂലിന്റെ ക്ഷണം വരികയാണ്. എന്തിനാണ് ക്ഷണിക്കുന്നത്? എന്തോ ഒരു പ്രോഗ്രാം ഉണ്ട്, അതിൽ ഭക്ഷണ സൗകര്യങ്ങളുണ്ട്, വെറുതെ ഇങ്ങനെ കേട്ടിരുന്നാൽ മതി എന്നുള്ളതിനല്ല, മറിച്ച് അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യണം, അള്ളാഹുവിന്റെ മാർഗത്തിൽ രക്തം കൊടുക്കണം, ദീനിന് വേണ്ടി രക്തം കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളെ വിളിക്കുന്നത്. ആ സമയത്ത് രണ്ട് വിഭാഗം ആളുകളെ നമുക്ക് കാണാൻ കഴിയും. സൂറത്ത് തൗബയിൽ അതിന്റെ തഫ്സീറിൽ വലിയ വിശദീകരണങ്ങളുണ്ട്. ഒരുപാട് സ്വഹാബാക്കൾ വളരെ ആവേശത്തോടു കൂടി ഓടുന്നുണ്ട്. എങ്ങനെയാണ് ഇതിനു വേണ്ടി പ്ലാൻ ചെയ്യുക, തബൂക്കിന് വേണ്ടി എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക. നമുക്കെപ്പോഴും കേട്ടുള്ള ചരിത്രമാണ്, നമ്മൾ സ്വതക്കയെ കുറിച്ച് പറയുമ്പോൾ നമ്മളെപ്പോഴും പറയാറുള്ള ചരിത്രമാണ്, തബൂക്കിന് വേണ്ടി നിങ്ങളുടെ കയ്യിലുള്ളത് എന്താണോ അത് എടുത്തിട്ട് വരണം എന്ന് സ്വഹാബാക്കളോട് പറയുമ്പോൾ ആ സമയത്ത് എല്ലാ സമയത്തും കൂടുതൽ സ്വതക്ക ചെയ്തിരുന്ന അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ ഇന്നെങ്കിലും എനിക്ക് എൻ്റെ പിന്നിലാക്കണം, അബൂബക്കറിനേക്കാൾ കൂടുതൽ എനിക്ക് സ്വതക്ക നൽകണം എന്നുള്ള നിയ്യത്തോടു കൂടി ഉമർ ബിൻ ഖത്താബ് തൻ്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. തൻ്റെ വീട്ടിലുള്ള പകുതി വിഭവങ്ങളുമായി കൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് എത്തുമ്പോൾ റസൂൽ ചോദിക്കുന്നുണ്ട്, എന്താണ് ഇനി ബാക്കിയുള്ളത്? ഉമർ മറുപടി പറയുന്നുണ്ട്, എൻ്റെ കയ്യിൽ എന്താണോ ഉള്ളത് അത് തന്നെ വീട്ടിലും ബാക്കിയുണ്ട്. അബൂബക്കറിനോട് ചോദിക്കുന്നുണ്ട്, എന്താണ് അബൂബക്കറെ ഇനി വീട്ടിൽ ബാക്കിയുള്ളത് എന്ന് ചോദിക്കുമ്പോൾ അബൂബക്കർ പറയുന്നുണ്ട്, അള്ളാഹുവും റസൂലും അല്ലാതെ ഇനി എൻ്റെ വീട്ടിൽ മറ്റൊന്നുമില്ല റസൂലേ എന്ന് പറയുന്നുണ്ട്. അപ്പൊ തബൂക്കിന് വേണ്ടിയുള്ള സ്വഹാബാക്കളുടെ ഒരുക്കം മത്സരിച്ചിട്ടായിരുന്നു. ഉസ്മാൻ ബിൻ അഫ്വാൻ 200ഓളം ഒട്ടകങ്ങളെയാണ് അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് കൊടുക്കുന്നത്. ആ ഒട്ടകപ്പുറത്ത് അതിന് താങ്ങാവുന്നതിനപ്പുറത്തേക്കുള്ള ധാന്യങ്ങളും കാര്യങ്ങളും ഒക്കെയായി ആ ഒട്ടകങ്ങളെ വിട്ടുകൊടുക്കുന്നുണ്ട്. അങ്ങനെ തബൂക്കിന്റെ ഒരു ചരിത്രം എടുത്തു നോക്കുമ്പോൾ എല്ലാ സ്വഹാബാക്കളും മദീന നിവാസികളും ഒക്കെ തബൂക്കിന് വേണ്ടി ഒരുങ്ങുന്ന, റസൂല് പറയുന്നുണ്ട്, ഒരുപാട് ആളുകൾ വരേണ്ടതില്ല, നമുക്കതിനുള്ള യാത്രാ സൗകര്യങ്ങളില്ല, അതിനുള്ള ഒട്ടകങ്ങളില്ല എന്ന് പറയുമ്പോൾ ഒരുപാടധികം സ്ത്രീകൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. ഞങ്ങളുടെ കയ്യിൽ ആഭരണങ്ങളുണ്ട്, ആ ആഭരണം ഞങ്ങൾ റസൂലിന് തരാം, ആ ആഭരണങ്ങൾ എടുത്തിട്ടെങ്കിലും ഒരുപാട് വാഹനങ്ങളെ ഞങ്ങൾക്ക് അനുവദിച്ചു തരണം, അതിലൂടെ എൻ്റെ ഭർത്താവിനെ എൻ്റെ മക്കളെയൊക്കെ യുദ്ധത്തിന് വിടാൻ ഞങ്ങൾ താല്പര്യപ്പെടുന്നു, അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യാൻ ഞങ്ങൾ താല്പര്യപ്പെടുന്നു എന്ന് പറയുന്ന സ്ത്രീകളെ നമുക്ക് അവിടെ കാണാൻ കഴിയും. അങ്ങനെ തുടങ്ങി തബൂക്കിന് വേണ്ടി ഒരുങ്ങുന്ന വല്ലാത്തൊരവസ്ഥ. ഇതിനൊക്കെ അപ്പുറത്തേക്ക് അന്നത്തെ മദീനയുടെ ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ അവിടെ ക്ഷാമം നേരിടുന്ന ഒരു സാഹചര്യമാണ്. ഭക്ഷണമൊന്നും എല്ലാവരുടെ കയ്യിലുമില്ല, വല്ലാത്തൊരു ക്ഷാമം, ഒരു ദാരിദ്ര്യം അവിടെ മദീനയിൽ നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല അവിടുത്തെ പ്രധാനപ്പെട്ട കൃഷിയായിട്ടുള്ള ഈന്തപ്പഴത്തിന്റെ വിളവെടുപ്പ് വരുന്ന ദിവസങ്ങളിൽ നടത്തേണ്ടതുമാണ്. ഇത്രയും കാലം അനുഭവിച്ചിട്ടുള്ള ആ ഒരു കഷ്ടത, ദാരിദ്ര്യം, ഇതൊക്കെ ഈ വിളവെടുപ്പോടുകൂടി മാറുകയും ചെയ്യും. സ്വഹാബാക്കൾക്ക് ചിന്തിക്കാമായിരുന്നു, ഈ വിളവെടുപ്പ് കൂടി കഴിയുന്നത് വരെ ഞങ്ങൾക്ക് കാത്തിരിക്കാം, എന്നാൽ എൻ്റെ കുടുംബത്തിന്, എൻ്റെ മക്കൾക്ക് അതൊരു സൗകര്യമാവും എന്ന് കാത്തിരിക്കാമായിരുന്നു. കാരണം പോകുന്നത് എന്തോ ട്രിപ്പിനോ അല്ലെങ്കിൽ മറ്റെന്തോ കാര്യത്തിനല്ല, യുദ്ധത്തിനാണ് പോകുന്നത്. എത്ര കാലം കഴിഞ്ഞിട്ടാണ് തിരിച്ചു വരിക, അല്ലെങ്കിൽ ഇനി ഞാൻ തിരിച്ചു വരുമോ, ഇനി എൻ്റെ മക്കളെ കാണുമോ, ഇനി എൻ്റെ ഭാര്യനെ കാണുമോ എന്ന് യാതൊരു ഉറപ്പുമില്ലാത്തൊരു സ്ഥലത്തേക്കാണ് പോകുന്നത്. അവർക്ക് ചിന്തിക്കാമായിരുന്നു, ഈ ഒരു വിളവെടുപ്പ് കൂടി, അതിലൂടെ എൻ്റെ കുടുംബത്തിന്, എൻ്റെ മക്കൾക്ക് കിട്ടുന്ന ഭക്ഷണ സൗകര്യം കൂടി ഏർപ്പാടാക്കിക്കൊണ്ട് എനിക്ക് തബൂക്കിന് വേണ്ടി പുറപ്പെടാം എന്ന് ആഗ്രഹിക്കാമായിരുന്നു. എന്നാൽ അതിനപ്പുറത്തേക്ക് എല്ലാ ദാരിദ്ര്യവും എല്ലാ പ്രശ്നങ്ങളും നിലനിൽക്കെ തന്നെ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് പുറപ്പെടുന്ന സ്വഹാബാക്കൾ നമുക്ക് കാണാൻ കഴിയും. ഇതേ സമയത്ത് മറ്റൊരു വിഭാഗം ആളുകൾ അള്ളാഹുവിനെയും റസൂലിനെയും
അവരുടെ കൽപ്പനയൊക്കെ ലംഘിച്ചുകൊണ്ട് അവർ സ്വയം പറഞ്ഞിട്ടുള്ള കുറെ എക്സ്ക്യൂസുകളുമായിട്ട് റസൂലിന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. എൻ്റെ വീട്ടിൽ പ്രായമായവരുണ്ട് റസൂലെ, എൻ്റെ വീട്ടിൽ കുറെ പ്രശ്നങ്ങളുണ്ട് റസൂലെ എന്ന് പറഞ്ഞുകൊണ്ട് റസൂലിന്റെ അടുത്തേക്ക് വരുന്നത്. റസൂൽ ഒന്നും പറയുന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അതേ സമയത്ത് തന്നെ യുദ്ധത്തിന് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടരുണ്ട്. എന്നാൽ അവർ ചെറിയ രീതിയിൽ അലസത കാണിക്കുന്നുണ്ട്, മടി കാണിക്കുന്നുണ്ട്. റസൂൽ അങ്ങോട്ട് പോയിക്കോട്ടെ, ഒരു കുറച്ചങ്ങോട്ട് ദൂരം യാത്ര ചെയ്തോട്ടെ, എന്നാൽ ഞങ്ങളുടെ കയ്യിൽ യാത്രാ സൗകര്യങ്ങളൊക്കെ ഉണ്ട്, അവർ കുറച്ചങ്ങോട്ട് എത്തിയാലും അവരുടെ കൂടെയൊക്കെ ഞങ്ങൾക്ക് എത്താൻ കഴിയും എന്ന് വിചാരിച്ച് അലസത കാണിച്ച, മടി കാണിച്ച ഒരു വിഭാഗക്കാരെ നമുക്ക് കാണാൻ കഴിയും. പരിശുദ്ധ റമദാന് വേണ്ടി നമ്മൾ ഒരുങ്ങുമ്പോൾ ഈ രൂപത്തിലുള്ള രണ്ട് വിഭാഗം ആളുകൾ നമ്മളിൽ ഉണ്ടാകും. ഓടിക്കൊണ്ട് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും പരിശുദ്ധ റമദാനെ മുൻനിർത്തിക്കൊണ്ട് ഒരുപാടധികം ഇബാദത്തുകൾ ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മുടെ തന്നെ ജീവിതത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ, പാപങ്ങൾ അത് തിരുത്തുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും. അതേ സമയം തന്നെ റമദാൻ ഇനിയും സമയമുണ്ടല്ലോ, ഇന്നും അങ്ങനെ വിചാരിക്കുന്ന ആളുകൾ ഉണ്ടാവും. ഇനിയൊരു 4 ദിവസം കൂടി റമദാൻ ഉണ്ടല്ലോ, ആ 4 ദിവസം എനിക്ക് അങ്ങോട്ട് എത്തിപ്പെടാൻ കഴിയും, ഞാൻ വിചാരിക്കുന്ന രൂപത്തിൽ ഒരു പ്ലാൻ എനിക്ക് കാണാൻ കഴിയും എന്ന് വിചാരിച്ച് അലസത കാണിച്ച് തബൂക്കിൽ മടി കാണിക്കുന്ന പോലെ അതേ വിഭാഗത്തിലുള്ള, അതേ രൂപത്തിൽ ചിന്തിക്കുന്ന ആളുകളും നമ്മുടെ കൂട്ടത്തിലുണ്ടാവും. നേരത്തെ പറഞ്ഞതുപോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാന് വേണ്ടി ഒരുങ്ങിയത് അതിന് മുൻപുള്ള 6 മാസങ്ങളിലാണ്. സത്യവിശ്വാസം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, പരിശുദ്ധ റമദാനെ മുൻനിർത്തിക്കൊണ്ട് നമ്മുടെ ഒരുങ്ങൽ, നമ്മുടെ പ്ലാനിങ് അത് നടക്കേണ്ടത് എത്രയോ ദിവസങ്ങൾക്ക് മുമ്പാണ്. ശഅബാനെ പറ്റി നമ്മൾ പറയാറുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ റമദാന് മുന്നായിട്ട്, അല്ലെങ്കിൽ പരിശുദ്ധ റമദാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നോമ്പെടുത്തിട്ടുള്ളത് അത് ശഅബാൻ മാസത്തിലാണ് എന്ന് പറയാറുണ്ട്. എന്ന ഹദീസുകളിൽ കാണാൻ സാധിക്കും. നമ്മൾ എത്രത്തോളം ഈ ശഅബാൻ മാസത്തിൽ നോമ്പനുഷ്ഠിച്ചിട്ടുണ്ട്? ഞാനടക്കമുള്ള, അല്ലെങ്കിൽ എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന ആളുകൾ ആലോചിക്കേണ്ട ഒരു വസ്തുതയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും ഇഷ്ടത്തോടു കൂടി നോമ്പനുഷ്ഠിച്ച ശഅബാൻ മാസത്തിൽ റമദാനെ വരവേൽക്കുന്നതിന് വേണ്ടി നമ്മൾ എത്രത്തോളം നോമ്പനുഷ്ഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നോമ്പനുഷ്ഠിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ട്? ഇതൊന്നും അറിയാത്തതോ നമ്മൾ പഠിക്കാതെ പോയുള്ള ചരിത്രമോ ഹദീസുകളൊന്നുമല്ല. എല്ലാ റമദാൻ പ്രഭാഷണങ്ങളിലും, റമദാനുമായി ബന്ധപ്പെട്ട എല്ലാ ലേഖനങ്ങളിലും, എല്ലാ സംസാരങ്ങളിലും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ് ശഅബാൻ മാസത്തിലെ സുന്നത്ത് നോമ്പ്, അല്ലെങ്കിൽ ശഅബാനിൽ റമദാനിന് വേണ്ടിയുള്ള ഒരു ഒരുക്കം എന്ന് പറയുന്നത്. നമ്മൾ ഒരുങ്ങിയിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. പരിശുദ്ധ റമദാനെ മുൻനിർത്തിക്കൊണ്ട് നമ്മുടെ ഈമാൻ അത് എത്രത്തോളം നമ്മുടെ മനസ്സിലുണ്ട്, നമ്മുടെ വിശ്വാസം എത്രത്തോളം ഉണ്ട് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഞാൻ പറയുന്നത് ഈമാൻ എന്ന് പറയുന്ന സംഗതി അത് എപ്പോഴും ഓവർ ദ ടോപ്പിൽ ഇങ്ങനെ നിൽക്കുന്നില്ല. എൻ്റെ ഈമാൻ, ഞാൻ എപ്പോഴും ഭയങ്കര ഈമാനുള്ള ആളാണ്, അതെപ്പോഴും ടോപ്പായിട്ട് ഇങ്ങനെ നിൽക്കും എന്നുള്ളൊരു വാദം എനിക്കില്ല. ഈമാൻ എന്ന് പറയുന്നത് ചില സന്ദർഭങ്ങളിൽ ചിലപ്പോൾ നമുക്ക് കുറഞ്ഞു പോകും. ഈമാൻ ചിലപ്പോൾ കുറയും, ചിലപ്പോൾ കൂടും. അത് നമ്മളിങ്ങനെ വിചാരിക്കണം ഇതൊരു സ്വാഭാവികതയാണ്, അത് അങ്ങനെയൊക്കെ അങ്ങോട്ട് പോയിക്കോളും എന്നുള്ളതല്ല. മറിച്ച് ഈമാൻ കുറയുമ്പോൾ നമുക്ക് തന്നെ സ്വയം തോന്നും, നമ്മളെ ചില ഇബാദത്തുകളിൽ, നമ്മളെ ചില നമസ്കാരങ്ങളിൽ, നമ്മളെ ചില നോമ്പുകളൊക്കെ എടുത്തു നോക്കുമ്പോൾ നമുക്കെടുത്ത് തോന്നും എൻ്റെ ഈമാനിന് എവിടെയോ ഒരു കുറവ് സംഭവിച്ചിട്ടുണ്ട്, എൻ്റെ ഈമാനിൽ ഒരു പ്രശ്നം സംഭവിച്ചിട്ടുണ്ട്. ആ തോന്നലുണ്ടാവുക എന്നുള്ളതാണ്. ആ തോന്നലുണ്ടാവുകയും ഇനി എൻ്റെ ഈമാൻ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി എനിക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളതിനെ കുറിച്ച് ആലോചിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഈമാൻ നിലനിർത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. നമ്മളെപ്പോഴും ജനുവരി 1 എന്ന് പറയുന്നത് ന്യൂ ഇയർ റെസൊല്യൂഷനെ കുറിച്ച് ആലോചിക്കാറുണ്ട്. എത്ര വലിയൊരു മണ്ടത്തരാണത് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? അതായത് ഡിസംബർ 31 വരെ മദ്യപാനിയായിട്ടുള്ള ഒരാൾ തീരുമാനിക്കാണ് ജനുവരി 1 മുതൽ ഞാൻ എൻ്റെ മദ്യപാനം നിർത്തും, അല്ലെങ്കിൽ മറ്റേതോ അർത്ഥത്തിലുള്ള
എന്തോ തെറ്റ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ മോശം കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആള് വിചാരിക്കുകയാണ് പിറ്റേ ദിവസം രാവിലെ അല്ലെങ്കിൽ 12 മണി കഴിഞ്ഞാൽ പിന്നെ ഈ പറഞ്ഞ ഒരു സംഗതികൾ ഞങ്ങൾ ഉണ്ടാവില്ല, ഞങ്ങളത് മാറ്റും എന്ന് ആലോചിക്കുന്നത്. എന്നാൽ പരിശുദ്ധ റമദാനെ നമ്മളൊരു മാറ്റം ആലോചിക്കുമ്പോൾ അള്ളാഹ് നമ്മുടെ മുന്നിലേക്ക് വെച്ചുള്ള ഒരു അവസരത്തെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. നമ്മളിലുള്ള പ്രശ്നങ്ങൾ, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റുകൾ, ആ തെറ്റുകളെ മാറ്റിയെടുക്കാൻ 1 മാസത്തെ കാലയളവാണ്, 1 മാസത്തെ പരിശീലനമാണ് നമ്മുടെ മുന്നിലേക്ക് വെച്ചിട്ടുള്ളത്. സൈക്കോളജി ഒക്കെ പറയുന്നത് 22 ദിവസം ഒരു സംഗതി നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അത് ശീലമാകുന്നതാണ്. അങ്ങനെ തുടങ്ങി 1 മാസം നമ്മുടെ മുന്നിൽ അല്ലാഹു തആല അനുവദിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും, നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് തെറ്റുകൾ ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് പരിശീലിക്കാൻ ഇതാ ഞാൻ 1 മാസം തന്നുകൊള്ളും. ഈ 1 മാസത്തിൽ നിങ്ങൾക്കൊരു മാറ്റം സാധ്യമാവുകയാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ നിങ്ങളുടെ തുടർ ജീവിതത്തിൽ ആ തെറ്റുകൾ നിങ്ങൾക്ക് തിരുത്താൻ സാധിക്കും. നമുക്കൊക്കെ അറിയുന്ന ഒരു സംഗതിയാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് 3 തവണ ആമീൻ പറയുന്നുണ്ട്. 3 തവണ ആമീൻ പറയുന്നുണ്ട്. സഹാബാക്കൾ പിന്നീട് റസൂലിനോട് ചോദിക്കുന്നുണ്ട്, എന്തിനാണ് റസൂൽ നിങ്ങൾ ആമീൻ പറഞ്ഞത്? റസൂൽ മറുപടി പറയുന്നുണ്ട്, ജിബ്രീൽ അലൈഹിസ്സലാം ചില പ്രാർത്ഥനകൾ പ്രാർത്ഥിച്ചു, ആ പ്രാർത്ഥനക്കാണ് ഞാൻ ആമീൻ പറഞ്ഞത്. അതിൽ ഒന്നാമത്തത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേട്ടിട്ടും അതിൽ സ്വലാത്ത് ചെല്ലാത്തവരെ, അതിൽ പിശുക്ക് കാണിക്കുന്നവർക്ക് നാശം എന്ന ജിബ്രീലിന്റെ പ്രാർത്ഥനക്കാണ് ഞാൻ ആമീൻ എന്ന് പറഞ്ഞത്. അതിൽ രണ്ടാമതായിട്ട് പറയുന്നത്, ഒരു റമദാൻ, പരിശുദ്ധമായിട്ടുള്ള റമദാൻ ഒരാളുടെ ജീവിതത്തിൽ കിട്ടിയിട്ടും ആ റമദാൻ കഴിഞ്ഞിട്ട് അയാൾക്ക് അയാളുടെ പാപങ്ങളിൽ നിന്ന്, അയാളുടെ തെറ്റുകളിൽ നിന്ന് മുക്തി നേടാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ആ ആൾക്ക് നാശം. പറയുന്നത് അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നത് മലക്കുകളിൽ ഏറ്റവും വലിയ ശ്രേഷ്ഠനായിട്ടുള്ള ജിബ്രീൽ അലൈഹിസ്സലാമാണ്. അതിന് ആമീൻ പറഞ്ഞിട്ടുള്ളത് മനുഷ്യരിൽ ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. എത്രയോ റമദാനുകൾ നമ്മുടെ മുന്നിൽ കടന്നുപോയിട്ടുണ്ട്. 40-ലധികം റമദാനുകൾ ബുദ്ധിയോടുകൂടി നിർവഹിച്ച ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ടാവും. ഈ റമദാനൊക്കെ കടന്നുപോയിട്ടും ജിബ്രീൽ അലൈഹിസ്സലാം പ്രാർത്ഥിച്ച, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ പറഞ്ഞ ആ ശാപ പ്രാർത്ഥനയ്ക്ക് നമ്മൾ വിധേയമായിട്ടുണ്ടോ, നമ്മൾ അതിൽ പെട്ടുപോയിട്ടുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം. ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ ഈമാനെ നിലനിർത്തുക എന്നുള്ളതാണ്. ഈമാനെ നിലനിർത്തുന്നതിന് വേണ്ടി ഒന്നാമതായിട്ട് വേണ്ടത് തഹ്ഖീഖു തഖ്വ. നമുക്ക് പൂർണ്ണമായിട്ടുള്ള തഖ്വ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നതാണ്. തഖ്വ എന്തെന്നുള്ളതിനൊക്കെ പലവിധ ചർച്ചകൾ, ഡെഫിനിഷനുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. എന്താണ് തഖ്വ, എന്താണ് സൂക്ഷ്മത എന്നുള്ളത്. നമ്മൾ എന്ത് പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോഴും അതിന് അള്ളാഹുവിനെ കുറിച്ചിട്ടുള്ള, അള്ളാഹു ഇത് കാണുന്നുണ്ട് എന്നുള്ളൊരു ബോധ്യം, ഒരു സൂക്ഷ്മത ഉണ്ടാവുക എന്നുള്ളതാണ്. നമ്മുടെ ഈമാൻ നിലനിൽക്കണമെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ ഈമാൻ നിലനിൽക്കണമെങ്കിൽ അതിലൊന്നാമതായിട്ടുണ്ട് തഖ്വയാണ്. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും സൂക്ഷ്മത ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധി കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ലൈംഗിക വിശുദ്ധി, സാമ്പത്തിക വിശുദ്ധി, ശാരീരിക വിശുദ്ധി എന്നൊക്കെ പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തിനാണ് ലൈംഗിക വിശുദ്ധി വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് പറയുന്നത്? ലൈംഗികമായി നമുക്കൊരു വിശുദ്ധി ഇല്ലെങ്കിൽ, നമുക്കൊരു ശുദ്ധി ഇല്ലെങ്കിൽ അത് നമ്മുടെ പല പ്രവർത്തനങ്ങളെയും, നമ്മുടെ എല്ലാ ഇബാദത്തുകളെയും ബാധിക്കുന്ന ഒന്നായി മാറും. അല്ലാഹു തആല പറയുന്നുണ്ട്, വ്യഭിചാരത്തിന് വലിയൊരു കുറ്റമായി കൊണ്ട് കാണുന്നുണ്ട്. നിങ്ങൾ വ്യഭിചരിക്കരുത് എന്നല്ല ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്, ലാ തഖറബു സിന എന്നാണ് പറഞ്ഞത്. നിങ്ങൾ വ്യഭിചാരത്തിലേക്ക് അടുക്കരുത്. ഒരു തെറ്റ് ചെയ്യരുത് എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് നിങ്ങൾ ആ തെറ്റിലേക്ക് പോകരുത് എന്ന് പറയുന്നുണ്ടെങ്കിൽ ആ തെറ്റ് ചെയ്യുന്നതോടുകൂടി, അല്ലെങ്കിൽ ആ തെറ്റിനെ കുറിച്ച് ആലോചിക്കുന്നതോടുകൂടി നമ്മുടെ ജീവിതത്തിലുള്ള ഇബാദത്തുകളെ, പ്രവർത്തനങ്ങളെ അത് ബാധിക്കുമെന്നുള്ളതാണ്. നിലവിലെ കാലഘട്ടത്തിൽ ഒരുപാടധികം റിപ്പോർട്ടുകൾ പറയുന്നത് ഇന്നത്തെ യുവാക്കള് അല്ലെങ്കിൽ യുവതികളടക്കം
പോൺ വീഡിയോസിന് അഡിക്റ്റ് ആയിരിക്കുന്നു എന്നുള്ളതാണ്. അവരുടെ നിരന്തരമായിട്ടുള്ള കാഴ്ചകൾ അശ്ലീല വീഡിയോകളാണ്, അശ്ലീല ചിത്രങ്ങളാണ്, അല്ലെങ്കിൽ അശ്ലീലമായിട്ടുള്ള കാര്യങ്ങൾ വായിക്കലാണ്, അത് കാണലാണ് എന്ന് നമുക്ക് റിപ്പോർട്ടുകളിലൂടെ കാണാൻ സാധിക്കും. അങ്ങനെ ഒരു വായന, അങ്ങനെ ഒരു കാഴ്ച നമ്മൾ കാണുന്നുണ്ടെങ്കിൽ, വ്യഭിചാരത്തെ കുറിച്ച് പറഞ്ഞത് നിങ്ങൾക്ക് കണ്ണുകൊണ്ടും കാതുകൊണ്ടും ഒക്കെയുള്ള വ്യഭിചാരങ്ങളുണ്ട്. നിങ്ങൾ അശ്ലീലമായിട്ടുള്ള കാഴ്ചകൾ കാണുന്നുണ്ടെങ്കിൽ അത് കണ്ണുകൊണ്ടുള്ള വ്യഭിചാരമാണ്. അശ്ലീലമായത് വായിക്കുന്നുണ്ടെങ്കിൽ അത് വായ കൊണ്ടുള്ള വ്യഭിചാരമാണ്. അശ്ലീലമായ സംഗതികൾ നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ചെവി കൊണ്ടുള്ള വ്യഭിചാരമാണ് എന്ന് പറയുന്നത്. അത്രത്തോളം അല്ലാഹു തആല പറയുന്നത്, നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ലൈംഗികമായിട്ടുള്ള കാഴ്ചകളിൽ അതിൽ നിങ്ങൾ വിശുദ്ധി കാത്തു സൂക്ഷിക്കണം എന്ന് പറയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. രണ്ടാമതായിട്ട് തഖ്വ ഉണ്ടാകേണ്ടത് നമ്മുടെ സാമ്പത്തിക മേഖലകളിലാണ്. കൂടുതലായിട്ടും സാമ്പത്തിക മേഖല എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് ആളുകളുമായിട്ട് കടം വാങ്ങുന്നവരായിരിക്കും, അല്ലെങ്കിൽ കൊടുക്കുന്നവരായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ കച്ചവടക്കാരായിരിക്കും. നമുക്ക് കൃത്യമായുള്ള ബോധ്യമുണ്ട് എന്താണ് ഇസ്ലാമിൽ ഹറാമാക്കപ്പെട്ട സംഗതികൾ, എന്താണ് ഹലാലാക്കപ്പെട്ട സംഗതികൾ എന്ന് കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ട്. എന്നാൽ ചില കാര്യങ്ങളിൽ നമുക്ക് സംശയങ്ങൾ ഉണ്ടാവും. ഇത് ഹറാമാണോ, അല്ലെങ്കിൽ ഇത് ഹലാലാണോ? കച്ചവടമൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ചിലപ്പോൾ ആലോചിക്കും, ഇതിന്റെ ഹുക്മ് ചിലപ്പോൾ കൃത്യമായിട്ട് ബോധ്യം ഉണ്ടാവില്ല, നമ്മൾ അതിനെ കുറിച്ച് അന്വേഷിക്കാൻ നിൽക്കൂല. എന്നാൽ ഹലാലായതിനെ എടുക്കാനും ഹറാമായതിനെ മാറ്റിവെക്കാനും എല്ലാവർക്കും സാധിക്കും. എന്നാൽ സംശയമുള്ള സംഗതികൾ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പഠിക്കുക, അല്ലെങ്കിൽ അതിനെ മാറ്റിവെക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മളെപ്പോഴും ഹലാലിനെയും ഹറാമിനെയും കണക്കാക്കാറുള്ളത് കച്ചവട കാര്യങ്ങളിലൊക്കെ നമ്മുടെ പ്രോഫിറ്റിനനുസരിച്ചിട്ടാണ്. നമുക്ക് ലാഭം കിട്ടുന്നുണ്ടെങ്കിൽ അത് ഹലാലാണ്, കാരണം പൈസ കിട്ടുന്നുണ്ടല്ലോ, എവിടേക്ക് ഒരു ബർക്കത്തുള്ളതുകൊണ്ടാണല്ലോ അത് കിട്ടുന്നത് എന്ന് നമ്മളാണ് കരുതി വെക്കും. താൽക്കാലികമായിട്ടൊരു ലാഭം, ഒരു പ്രോഫിറ്റ് അതിന് കിട്ടുന്നുണ്ടാവും. എന്നാൽ അതിനപ്പുറത്തേക്ക് അതിൻ്റെ ശരിയായ രീതി എന്താണ്? ഇന്ന് യുവാക്കളടക്കം എല്ലാ ആളുകളും പൈസ സമ്പാദിക്കുന്നതിന് വേണ്ടി ഓൺലൈൻ ബിസിനസ്സുകൾ, ഓൺലൈൻ ആപ്ലിക്കേഷനുകൾ എന്നിവയൊക്കെ ഉപയോഗിക്കുന്ന ആളുകളാണ്. എന്നാൽ ഇതിൻ്റെ റിസോഴ്സ് എന്ത്? ഇത് എവിടുന്നാണ് ഇതിൻ്റെ പണം വരുന്നത്, ഇതിൻ്റെ സ്രോതസ് എവിടെയാണ് എന്നുള്ള ആലോചനകളൊന്നും നമുക്കുണ്ടാവുകയില്ല. നമ്മൾ എന്താണ് ചിന്തിക്കാറുള്ളത്? പ്രോഫിറ്റബിൾ ആണ്, ഇത് ഉപയോഗിക്കുന്നതോടുകൂടി ഒരുപാടധികം പൈസ എനിക്ക് വരുന്നുണ്ട്, ഈ ഗെയിം കളിക്കുന്നതോടുകൂടി എനിക്ക് ലാഭമുണ്ടാവുന്നുണ്ട്. നമ്മുടെയൊക്കെ മക്കൾ കളിക്കുന്നുണ്ടാവും, നമ്മുടെയൊക്കെ മക്കള് ഫോണിൽ ഇതൊക്കെ ഉപയോഗിക്കുന്നുണ്ടാവും. പക്ഷെ ഇതിന്റെ സ്രോതസ് എന്താണ് എന്നോ, ചിലപ്പോൾ നമ്മളൊക്കെ ആ പണം ഉപയോഗിച്ചുകൊണ്ട് ഒരുപാടധികം സാധനങ്ങൾ വാങ്ങുന്നുണ്ടാവും, നമ്മുടെ ബേസിക് അടിസ്ഥാന ആവശ്യങ്ങൾക്ക് വേണ്ടി ആ പണം ഉപയോഗിക്കുന്നുണ്ടാവും. എന്നാൽ ഇത് ഹറാമായതാണോ? ഈ പലിശയുടെ സ്രോതസ് അത് ഹലാലാക്കപ്പെട്ടതാണോ എന്നുള്ളതൊന്നും നമ്മൾ അന്വേഷിക്കാറില്ല. അപ്പൊ നമ്മുടെ സാമ്പത്തിക കാര്യങ്ങളിൽ വിശുദ്ധി ഉണ്ടാകുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ വീട്ടിലുള്ള നമ്മുടെ കുടുംബത്തെ, നമ്മുടെ മക്കളെ നമ്മൾ കൃത്യമായിട്ട് നോക്കുന്നുണ്ടാവും, അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും നമ്മൾ ഒരുക്കി കൊടുക്കുന്നുണ്ടാവും. എന്നാൽ നമ്മുടെ സമ്പത്ത് നമ്മൾ സമ്പാദിച്ചു കൊണ്ടുവരുന്നത് ഞാൻ എൻ്റെ ഭാര്യയ്ക്കും എൻ്റെ മക്കൾക്കും ഭക്ഷണത്തിനായി ഒരുക്കി കൊടുക്കുന്നത് അത് ഹലാലായ സമ്പാദ്യമാണോ? അല്ലെങ്കിൽ അതിൽ ആരുടെയെങ്കിലും വേദനയുണ്ടോ, ആരെയൊക്കെയോ പ്രയാസപ്പെടുന്നുണ്ടോ, അല്ലെങ്കിൽ പലിശയുടെ എന്തെങ്കിലും അംശമുണ്ടോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. പരിശുദ്ധ റമദാനെ മുൻനിർത്തിക്കൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒന്ന്, നമുക്ക് സാമ്പത്തിക വിശുദ്ധി ഉണ്ടോ എന്നുള്ളതാണ്. നമ്മുടെ സമ്പാദ്യത്തിൽ അതിൽ ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഹറാമായിട്ടുള്ള സംഗതികളുണ്ടോ? ഭാര്യമാരത് അന്വേഷിക്കണം, പെൺമക്കളത് അന്വേഷിക്കണം. എൻ്റെ ഭർത്താവ് അല്ലെങ്കിൽ എൻ്റെ വാപ്പ കൊണ്ടുവരുന്ന സമ്പാദ്യത്തിൽ ഹറാമായതിൻ്റെ എന്തെങ്കിലും അംശങ്ങളുണ്ടോ എന്നുള്ളത് നമ്മൾ അന്വേഷിക്കേണ്ടതുണ്ട്, എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ലൈംഗിക വിശുദ്ധിയും സാമ്പത്തിക വിശുദ്ധി എന്നൊക്കെ പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. രണ്ടാമതായിക്കൊണ്ട് നമ്മുടെ വിശ്വാസത്തെ നിലനിർത്താനുള്ളത് അത് ദിക്ർ നിലനിർത്തുക എന്നുള്ളതാണ്, ദാക്കിര്യങ്ങളാവുക എന്നൊക്കെയാണ്. അപ്പൊ നമ്മൾ ദിക്റിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ, അള്ളാഹിനെ കുറിച്ചുള്ള സ്മരണകളെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ചിന്തിക്കാറുള്ളത് ഈ പറഞ്ഞതുപോലെ 100 അല്ലെങ്കിൽ 150 ആളുകൾ കൂടിയിരിക്കണം,
അതിന് വലിയൊരു മൈക്ക് വേണം, സ്പീക്കർ വേണം. ഇങ്ങനെ വലിയ ശബ്ദത്തിൽ നമ്മളെന്തോ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ് ദിക്ർ എന്ന് പറയുന്നത്, അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ എന്ന് പറയുന്നത് എന്ന ചില ആശയങ്ങൾ നമുക്കുണ്ടെങ്കിൽ, എന്ന ചില ചിന്തകൾ നമുക്കില്ലെന്ന് മാറ്റി വെക്കണം. നമ്മൾ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് നമ്മൾ എത്രത്തോളം അള്ളാഹുവിനെ കുറിച്ച് ആലോചിക്കാറുണ്ട്? മറ്റുള്ളവരുടെ മുമ്പിൽ ഏറ്റവും നല്ല മനുഷ്യനാവുക, ഏറ്റവും നല്ല വ്യക്തിയാവുക എന്നുള്ളത് നിസ്സാരപ്പെട്ട കാര്യമാണ്. എൻ്റെ സുഹൃത്തുക്കളുടെ ഇടയിൽ ഏറ്റവും നല്ല മനുഷ്യനാണ്, 5 വക്ത് പള്ളിയിലേക്ക് പോകുന്ന, മറ്റ് സുന്നത്ത് നമസ്കാരങ്ങളൊക്കെ നിർവഹിക്കുന്ന, നോമ്പൊക്കെ കൃത്യമായി എടുക്കുന്ന, അല്ലെങ്കിൽ ഹജ്ജൊക്കെ ചെയ്തിട്ടുള്ള, ഏതൊക്കെ അർത്ഥത്തിൽ നല്ലൊരു മനുഷ്യനാണെന്ന് നമുക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കാൻ കഴിയും. ചിലപ്പോൾ നമ്മുടെ മക്കളുടെ മുമ്പിൽ ഞാൻ നല്ലൊരു വാപ്പയായിരിക്കും, നല്ലൊരു വ്യക്തിയായിരിക്കും. ഉമ്മമാരെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കുടുംബത്തിൽ ഞാൻ നല്ലൊരു ഭാര്യയായിരിക്കും എന്നൊക്കെയുള്ള തോട്ടുണ്ടാവും, എന്നൊക്കെയുള്ള ചിന്തകൾ ഉണ്ടാവും. എന്നാൽ അതിനപ്പുറത്തേക്ക് നമ്മളെക്കുറിച്ച് ഏറ്റവും നന്നായി അറിയുന്നത് നമ്മൾക്കാണ്. നമുക്കും നമ്മുടെ നാഥനുമല്ലാതെ നമ്മളെക്കുറിച്ച് വേറെ ആർക്കും ഒന്നും അറിയില്ല. നമ്മൾ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ ചിന്തിക്കാറുണ്ട്, നമ്മൾ എന്തൊക്കെ തെറ്റുകളിലേക്ക് പോകാറുണ്ട്. ഇന്നറിയാവുന്ന ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന, എന്നാൽ ഏറ്റവും കൂടുതൽ ഉപകാരമുള്ള, അതേസമയം ഉപദ്രവമുള്ള ഒന്നാണ് സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത്. നമ്മൾ ആദ്യമൊക്കെ പറയാറുണ്ട് സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് അത് കുട്ടികളുടെ കയ്യിലാണുള്ളത്, അല്ലെങ്കിൽ യുവാക്കളുടെ കയ്യിലാണുള്ളത്. എന്നാൽ സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ സ്മാർട്ടായിട്ടുള്ള കാലഘട്ടം പൂർണ്ണാർത്ഥത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഇന്ന് എല്ലാ ആളുകളുടെ കയ്യിലും സ്മാർട്ട് ഫോൺ ഉണ്ട്. അതിന് ഏതൊക്കെ അർത്ഥത്തിൽ ഉപയോഗിക്കാൻ കഴിയുമോ അതിനൊക്കെ കൃത്യമായിട്ടുള്ള ബോധ്യവും അറിവുമുള്ള ആളുകളായിട്ട് നമ്മൾ മാറിയിട്ടുണ്ട്. നിരന്തരം ഫോൺ ഉപയോഗിക്കുന്ന ആളുകളായിട്ട്, എപ്പോഴും ഫോണിലേക്ക് മാത്രം നോക്കിക്കൊണ്ടിരിക്കുന്ന ആളുകളായിട്ട് ഏതൊക്കെ അർത്ഥത്തിൽ നമ്മളെല്ലാവരും മാറിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് നമ്മൾ അല്ലാഹുവിനെ ദിക്ർ ചെയ്യാറുണ്ടോ? നമ്മൾ ഏത് പ്രവർത്തനത്തിലാണെങ്കിലും, നമ്മൾ ഏത് ക്യാമ്പസിലാണെങ്കിലും, നമ്മൾ ഏത് കച്ചവട സ്ഥലത്താണെങ്കിലും, നമ്മൾ വീടിൻ്റെ ഏത് മൂലയിലാണെങ്കിലും നമ്മൾ അല്ലാഹുവിനെ സ്മരിക്കാറുണ്ടോ? നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അല്ലാഹുവിനെ കുറിച്ച് ഓർക്കാറുണ്ടോ? ദിക്റിനെ കുറിച്ച് പറയുമ്പോൾ അല്ലാഹുവിനെ കുറിച്ച് ഓർക്കാൻ ഏറ്റവും നമുക്ക് ഇഷ്ടമുള്ളത്, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും ചെയ്യാൻ സുഖമുള്ളത് അത് 5 വക്ത് നമസ്കാരമാണ്. 5 വക്ത് നമ്മൾ നമസ്കരിക്കുന്നതോടുകൂടി അള്ളാഹുമായിട്ടുള്ളൊരു ബന്ധം, അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട് ഒരു ദിക്ർ ഉണ്ടാവും എന്ന് നമുക്ക് ഉറപ്പിക്കാം. എന്ന് നമ്മുടെ നമസ്കാരത്തെ കുറിച്ചൊന്ന് ആലോചിച്ച് വെക്കാം. ഇന്ന് നമ്മൾ സുബഹി മുതൽ മഗ്‌രിബ് നമസ്കാരം വരെ നിർവഹിച്ചിരിക്കുന്ന ആളുകളാണ്. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ, നമ്മുടെ സുബഹി, നമ്മുടെ മഗ്‌രിബ് വരെയുള്ള സമയം എടുത്തു പോയി കഴിഞ്ഞാൽ, ആ നമസ്കാരങ്ങൾ എടുത്തു പോയി കഴിഞ്ഞാൽ, അതിലൊരു വക്ത് അള്ളാഹുവിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അള്ളാഹുമായിട്ടുള്ളൊരു മുനാജാത്താണ്, അള്ളാഹുമായിട്ടുള്ളൊരു സംഭാഷണമാണ് എന്നുള്ളൊരു ബോധ്യത്തോടു കൂടി ഞാൻ എൻ്റെ നമസ്കാരം നിർവഹിച്ചിട്ടുണ്ട് എന്ന് പറയാൻ ചിലപ്പോൾ നമുക്ക് പലർക്കും സാധിക്കുകയില്ല. നമസ്കാരം എന്ന് പറയുന്നത് നമ്മൾ പലരും ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. നമ്മളൊക്കെ പറയലുണ്ട്, ഓർത്ത് വെക്കാൻ, അല്ലെങ്കിൽ മറവി സംഭവിച്ചത്, മറന്നുപോയ കാര്യങ്ങളൊക്കെ ഓർക്കാൻ നമസ്കാരം ഉപകാരപ്പെടാറുണ്ട്. നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു സാധനം എവിടെയെങ്കിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഓർക്കാൻ നമ്മുടെ നമസ്കാരം സാധ്യമാവാറുണ്ട്. ചിലപ്പോൾ ഒരു നമസ്കാരം കഴിയുമ്പോഴേക്കിന് നമ്മൾ മറന്നു വെച്ച പല സംഗതികൾ നമുക്ക് ഓർമ്മ വന്നിട്ടുണ്ടാവും. എന്നാൽ നമസ്കാരം എന്ന് പറയുന്നത് അത് അള്ളാഹുമായിട്ടുള്ളൊരു സംഭാഷണം. ആ സംഭാഷണം നടന്നിട്ടുണ്ടോ നമ്മളത് ആലോചിക്കേണ്ടതുണ്ട്. ചിലപ്പോൾ അതിൻ്റെ സ്ട്രക്ചർ നമ്മൾ വളരെ കൃത്യമായി നിർവഹിക്കുന്നവരായിരിക്കും. തക്ബീറത്തുൽ ഇഹ്റാം കൊണ്ട് തുടങ്ങി സലാം കൊണ്ട് അവസാനിക്കുന്ന ആ ഒരു സ്ട്രക്ചർ നമ്മൾ വളരെ കൃത്യമായി ചെയ്യുന്നുണ്ടാവും. അത് 5 വക്ത് ചെയ്യുന്നുണ്ടാവും, വളരെ അതിൻ്റെ കൃത്യനിഷ്ഠതയോടുകൂടി ചെയ്യുന്നുണ്ടാവും. പക്ഷെ ദിക്ർ നിലനിൽക്കുന്നുണ്ടോ? നമ്മൾ ചിലപ്പോൾ ഇതിൻ്റെ പ്രാർത്ഥനകളും ചെല്ലുന്നുണ്ടാവും. എന്താണ് ചെല്ലുന്നത് അറിവില്ലെങ്കിൽ പോലും നമ്മൾ ആ പ്രാർത്ഥനയും ചെല്ലുന്നുണ്ടാവും. പക്ഷെ അള്ളാഹുമായിട്ടൊരു ബന്ധം, അല്ലെങ്കിൽ ചില നമസ്കാരങ്ങൾ കഴിയുമ്പോൾ നമുക്ക് തന്നെ തോന്നാറുണ്ടോ, എൻ്റെ ഈ നമസ്കാരം അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടാവും. കാരണം ഞാൻ അത്രത്തോളം ഖുശൂഅോടുകൂടി, അത്രത്തോളം ആത്മാർത്ഥതയോടുകൂടിയാണ് ഞാൻ ഈ നമസ്കാരം നിർവഹിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ നമസ്കാരം അള്ളാഹു സ്വീകരിക്കും ഇൻഷാ അല്ലാഹ്, എനിക്കതിന് പ്രതീക്ഷയുണ്ട്. അങ്ങനെ കരുതുന്ന, അങ്ങനെ ആഗ്രഹിക്കുന്ന, അങ്ങനെ സംഭവിച്ചിട്ടുള്ള നമസ്കാരങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടോ? സ്ട്രക്ചർ, അതിൻ്റെ ഘടന എല്ലായ്പ്പോഴും നിർവഹിക്കുന്ന ആളുകളായിരിക്കും.
പക്ഷെ ദിക്ർ നിലനിർത്തണമെങ്കിൽ, അള്ളാഹുമായിട്ടുള്ള ബന്ധം, അള്ളാഹുവിനുള്ള സ്മരണ അത് നിലനിൽക്കണമെങ്കിൽ അതിൽ കൃത്യമായിട്ട് വേണ്ടത് അതിൽ ഖുശൂ ഉണ്ടാകുക എന്നുള്ളതാണ്. ഭയഭക്തിയോടുകൂടി നമ്മുടെ നമസ്കാരങ്ങൾ നിർവഹിക്കുക എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ സ്മരണയോടുകൂടി തുടങ്ങുന്ന ഒരു ദിവസത്തെ കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടാവും. സുബഹിക്ക് പള്ളിയിലെത്തുന്ന, സുബഹി ബാങ്ക് കൊടുക്കുമ്പോൾ തന്നെ എഴുന്നേൽക്കുന്ന, എന്നാൽ ഏറെ ആഗ്രഹിച്ചുകൊണ്ട് പള്ളിയിലേക്ക് എത്തണം, അതിന് ഉളൂ ചെയ്തുകൊണ്ട് അത് പള്ളിയിലേക്ക് പോയിക്കൊണ്ട് ആ സുബഹി നമസ്കരിക്കുന്ന ആ ഒരു ദിവസം അത്രത്തോളം ഇഷ്ടത്തോടു കൂടി അള്ളാഹുമായിട്ടുള്ള ബന്ധം നിലനിർത്തണം, അതെൻ്റെ അള്ളാഹുമായിട്ടുള്ള, എൻ്റെ നാഥനുമായിട്ടുള്ള മുനാജാത്താണെന്നുള്ള ബോധ്യത്തോടു കൂടി നമ്മൾ സുബഹി നമസ്കരിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ നമ്മളെ കുടുംബത്തിലുള്ള ആൺമക്കളെ അല്ലെങ്കിൽ നമ്മുടെ ഭർത്താക്കന്മാരെ ആ ഒരു നിയ്യത്തോടു കൂടി സുബഹിക്ക് എഴുന്നേറ്റ് വിടിയിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? അങ്ങനെ സാധിക്കുന്നുണ്ടെങ്കിൽ ആ ദിവസം പൂർണ്ണാർത്ഥത്തിൽ നമുക്ക് തെറ്റുകളിലേക്കൊന്നും പോകാൻ കഴിയില്ല. അങ്ങനെ ഒരു സുബഹിയോട് കൂടിയാണ് നമ്മൾ തുടങ്ങുന്നതെങ്കിൽ ഒരുപാടധികം തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കാൻ നമുക്ക് സാധിക്കും. പക്ഷെ നമ്മുടെ ജീവിതം അങ്ങനെയാണോ തുടങ്ങുന്നത്? അങ്ങനെയാണോ ആരംഭിക്കുന്നത്? സുബഹിക്ക് നമുക്ക് പള്ളിയിലെത്താൻ കഴിയുന്നുണ്ടോ? അല്ലെങ്കിൽ ഒരു ദിവസം അവസാനിക്കുന്നത് അത് പള്ളിയിൽ ഇശാ നമസ്കരിച്ചുകൊണ്ട് അള്ളാഹുവിനോട് പാപമോചനം തേടിക്കൊണ്ട് ഇസ്തിഗ്ഫാർ നേടിക്കൊണ്ട് തൗബ ചെയ്തുകൊണ്ട് ആണ് നമ്മുടെ ജീവിതം, നമ്മുടെ ഒരു ദിവസം അവസാനിക്കുന്നത്. അങ്ങനെ തുടങ്ങി സുബഹി കൊണ്ട് അള്ളാഹുവിനോടുള്ള ദിക്ർ നിലനിർത്തിക്കൊണ്ട് തുടങ്ങി ഇശാവോടുകൂടി കൃത്യമായിട്ട് നമസ്കരിച്ച് അള്ളാഹുവിനോട് ഏറ്റവും അടുത്തുകൊണ്ട് നമ്മൾ നിർവഹിക്കുകയാണെങ്കിൽ ആ ദിവസം നമുക്ക് ഏറ്റവും മനോഹരമായിരിക്കും. നമ്മുടെ തഖ്വ നിലനിൽക്കും, അള്ളാഹുവിനുള്ള ദിക്റുണ്ട്. നമ്മുടെ നമസ്കാരങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ നമസ്കാരങ്ങളൊക്കെ അള്ളാഹു സ്വീകരിക്കാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ള ചിന്ത നമുക്കുണ്ടാവുന്നതാണ്. അപ്പൊ ദിക്ർ നിലനിർത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. മൂന്നാമതായിക്കൊണ്ട് നമ്മുടെ ഈമാൻ അത് നിലനിർത്തണമെങ്കിൽ നമുക്ക് അറിവുണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്കെന്തോ വലിയ ഭൗതികമായിട്ടുള്ള, നമ്മളെപ്പോഴും അറിവിനെ പറ്റി പറയുന്നത് അയാൾക്ക് ഏതോ ബിരുദം ഉണ്ടാവണം, അല്ലെങ്കിൽ അയാൾ PhD സ്കോളർ ആയിരിക്കണം, അയാൾ ഡോക്ടറേറ്റ് എടുത്തിരിക്കണം. ഇങ്ങനെയൊക്കെ എടുത്തു കഴിഞ്ഞാൽ അയാൾ എന്തായി? അയാൾ വലിയ അറിവുള്ളവനായി, അയാൾ ഭയങ്കരമായിട്ടുള്ള പണ്ഡിതനായി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. എന്നാൽ ഇൽമുണ്ടാവുക എന്ന് പറയുന്നത് നമ്മൾ എന്തൊക്കെയോ വലിയ അറിവുകൾ നേടുക എന്നുള്ളതല്ല. ഇൽമോട് കൂടി നമ്മുടെ ഓരോ പ്രവർത്തനങ്ങൾ, ഇബാദത്തുകൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതിന് മടുപ്പുണ്ടാവുകയില്ല എന്നുള്ളതാണ്. നമ്മൾ നമസ്കരിക്കുന്നുണ്ട്, എന്തിനാണ് നമസ്കരിക്കുന്നത് എന്നുള്ള ബോധ്യമില്ലെങ്കിൽ ആ നമസ്കാരത്തോട് നമുക്ക് വെറുപ്പുണ്ടാവും. നമ്മൾ ആലോചിക്കും, അള്ളാഹ് നമ്മളെ ഇടങ്ങാറാക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് 5 വക്ത് നമസ്കാരം. അല്ലെങ്കിൽ ഇപ്പൊ ഇടക്കിടക്ക് ഇങ്ങനെ ഒതു എടുക്കേണ്ടതില്ല, ഇടക്കിടക്ക് ഇങ്ങനെ വീട്ടിൽ കയറി നമസ്കരിക്കേണ്ടതില്ല, അല്ലെങ്കിൽ ഇടക്കിടക്ക് പള്ളിക്ക് പോകേണ്ടതില്ല. പക്ഷെ നമസ്കാരത്തെ കുറിച്ച് അറിവുണ്ടെങ്കിൽ, ഞാൻ എന്തിനാണ് നമസ്കരിക്കുന്നത് എന്നുള്ള ബോധ്യം നമുക്കുണ്ടെങ്കിൽ അതിനോടൊരു വെറുപ്പുണ്ടാവില്ല. നോമ്പിനെ പറ്റി നമ്മൾ ആലോചിക്കുമ്പോൾ നോമ്പ് എന്തിനാണ് നിർവഹിക്കുന്നത് എന്ന് നമുക്കറിവില്ലെങ്കിൽ നോമ്പ് എന്ന് പറയുന്നത് നമ്മളെ പ്രയാസപ്പെടുത്തുന്ന ഒന്നായി മാറും. രാവിലെ മുതൽ വൈകുന്നേരം വരെ പട്ടിണി കിടക്കുന്ന, ഭക്ഷണപാനീയങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് അള്ളാഹ് നമ്മൾ ഇടങ്ങാറാക്കുന്ന എന്തോ ഒരു കാര്യമാണ് നമുക്ക് തോന്നും. അപ്പൊ നമ്മുടെ ഇബാദത്തുകളെ കുറിച്ചൊക്കെ അറിവുണ്ടാകുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ജോലി ചെയ്യുന്നവരായിരിക്കും, നമ്മൾ വീട്ടിൽ ഒരുപാട് ജോലിയുള്ളവരായിരിക്കും, പക്ഷെ ദീനീപരമായിട്ടുള്ളൊരു അറിവുണ്ടാക്കുക, അതിനൽപ്പം സമയം കണ്ടെത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ന് അതിന് ഒരുപാട് സോഴ്സുകൾ ഉണ്ട് എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞ പോലെ സ്മാർട്ട് ഫോണിലടക്കമുള്ള ഒരുപാട് സോഴ്സുകൾ, നമുക്ക് ദീനിനെ കുറിച്ച് പഠിക്കാൻ കഴിയുന്ന ഒരുപാട് സംഗതികൾ അവൈലബിൾ ആണ് എന്നുള്ളതാണ്. പക്ഷെ നമ്മളതിന് സമയം കണ്ടെത്താറില്ല. നമ്മളൊക്കെ ഒരു വിചാരം ദീനിനെ കുറിച്ച് പഠിക്കുക അതൊരു വിഭാഗത്തിന് പറ്റിയതാണ്. അതിന് കുറച്ച് ആളുകൾ അല്ല വേറെ നിയോഗിച്ചിട്ടുണ്ട്, അവരിങ്ങനെ പോയി പഠിക്കും, നമ്മളിങ്ങനെ അത് കണ്ടിരിക്കും എന്നുള്ളതല്ല. നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ പറ്റി, നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകളെ പറ്റി അതിൽ കൃത്യമായുള്ള ബോധ്യമുണ്ടാകുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അങ്ങനെ ഒരു ബോധ്യത്തോടു കൂടി അത് നിർവഹിക്കുമ്പോഴാണ് നമുക്കതിൽ ഇഖ്ലാസ് ഉണ്ടാകുക, അതിൽ ഖുശൂ ഉണ്ടാകുക, അതിലൊരു സംതൃപ്തിയൊക്കെ നേടിയെടുക്കാൻ സാധിക്കുക എന്നുള്ളത്. നാലാമതായിക്കൊണ്ട് ഏറ്റവും നല്ല സ്വഭാവം ഉണ്ടാകുക എന്നുള്ളതാണ്. നമ്മൾ മറ്റു ആളുകളുമായിട്ടുള്ള നമ്മുടെ ബന്ധം എങ്ങനെയാണ് എന്നുള്ളത്. നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. നമ്മൾ ഭയങ്കര ദീനിയായിട്ടുള്ള ആളായിരിക്കും എന്ന് നമ്മൾ സ്വയം പറയുന്നുണ്ടാവും, അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളെ പറ്റി പറയുന്നുണ്ടാവും. കാരണം 5 വക്ത് പള്ളിയിൽ പോകുന്നുണ്ട്, കൃത്യമായിട്ടുള്ള ഇബാദത്തുകളൊക്കെ നിർവഹിക്കുന്നുണ്ട്,
എന്നാൽ മനുഷ്യരുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തിൽ പലവിധ പ്രശ്നങ്ങൾ ഉണ്ടാവും. അല്ലാഹു തആല പറയുന്നുണ്ട്, അള്ളാഹുമായിട്ടുള്ള എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അത് പൊരുത്തപ്പെട്ടു തരും. അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനയോടുകൂടി അത് പൊരുത്തപ്പെട്ടു തരും. എന്നാൽ മനുഷ്യന്മാരുമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ആ മനുഷ്യന്റെ അടുത്തേക്ക് പോകേണ്ടി വരും. നമ്മളൊക്കെ ഇഷ്ടപ്പെടുന്നത് മറ്റുള്ളവരെ കുറിച്ച് മോശമായി പറയുക എന്നുള്ളതാണ്. ഏതൊക്കെ സന്ദർഭത്തിൽ മറ്റുള്ളവരെ വളരെ മോശക്കാരനാക്കാൻ പറ്റുമോ ആ ഇതിലൊക്കെ നമ്മൾ മോശക്കാരാവും. 4 ആൾ കൂടിയിരിക്കുന്ന ഒരു സ്ഥലമാണെങ്കിൽ അരമണിക്കൂറാണ് ഇരിക്കുന്നതെങ്കിൽ ഒരു 10 ആളുകളെ കുറിച്ചെങ്കിലും നമ്മൾ പറയും. ഇന്ന് വളരെ നോർമലൈസ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണത്. നിസാരവൽക്കരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഗതി. മറ്റൊരാളുടെ കുറ്റം പറയുക, അയാളെ പരിഹസിക്കുക, അതിന് സന്തോഷം കണ്ടെത്തുക. 5 ആളിരിക്കുമ്പോൾ 4 ആൾ ഒരുമിച്ചുകൊണ്ട് ഒരാളെ കളിയാക്കുക, അതിൽ ഭയങ്കരമായിട്ടുള്ള സന്തോഷം. നമ്മൾ വിചാരിക്കും ആ സമയത്ത് നമ്മളെന്തോ വലിയ ആളാണ്, കാരണം ഞാൻ കാരണം കുറെ ആൾക്കാർ ചിരിക്കുന്നുണ്ട്. മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി, മറ്റുള്ളവരെ ചിരിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഒരാളെങ്ങനെ തിന്നുകൊണ്ടിരിക്കും, അയാളുടെ കുറ്റങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ആ സമയത്ത് ചിലപ്പോൾ അയാളൊന്നും തിരിച്ചു പറയണ്ടാവില്ല. ആ സമയത്ത് ചിലപ്പോൾ അയാളുടെ മുഖത്ത് നമുക്ക് ഭാവവ്യത്യാസമൊന്നും കാണില്ല, പക്ഷെ അയാൾ പ്രയാസപ്പെടുന്നുണ്ട്, അയാൾ അപമാനിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ മുഖേന അല്ലെങ്കിൽ നമ്മൾ മുഖേന അയാൾ അപമാനിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതാണ് റസൂലിന്റെ ഹദീസ് ഉണ്ട്, നമ്മൾ വളരെ ഒരുപാടധികം ഇബാദത്തുകൾ ചെയ്തുകൊണ്ട് നാളെ അള്ളാന്റെ അടുക്കലേക്ക് ഇങ്ങനെ പോകുമ്പോൾ അള്ളാഹ് പറയാം, എൻ്റെ കയ്യിൽ ഒന്നുമില്ല, നീ പാപ്പരാണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ കാണിച്ചു തരും, നമ്മൾ ഒരുപാടധികം നിസ്കാരങ്ങൾ നിസ്കരിച്ചിട്ടുണ്ടാവും, കുറേ അധികം നോമ്പ് നോറ്റിട്ടുണ്ടാവും, എന്നാൽ അതിനൊപ്പം തന്നെ ഒരുപാട് ആളുകളുടെ കുറ്റം പറഞ്ഞിട്ടുണ്ടാവും. നമ്മൾ ഓരോ കുറ്റം പറയുമ്പോഴും, ഓരോ ആളുകളെ പരിഹസിക്കുമ്പോഴും, ഓരോ ആളെ കുറിച്ച് പരദൂഷണം പറയുമ്പോഴും നമ്മൾ ചെയ്തിട്ടുള്ള ഓരോ ഇബാദത്തും അയാളിലേക്ക് മടങ്ങുന്നുള്ളതാണ്. വലിയ പ്രതീക്ഷയോടുകൂടി നാളെ അള്ളാന്റെ അടുക്കൽ നിൽക്കുമ്പോൾ ചിലപ്പോൾ പാപ്പരായിട്ട് മാറും. നമ്മൾ ചെയ്തിട്ടുള്ള ഇബാദത്തുകളൊക്കെ നമ്മൾ കുറ്റം പറഞ്ഞിട്ടുള്ള, നമ്മൾ പരദൂഷണം പറഞ്ഞിട്ടുള്ള, നമ്മുടെ ഏതൊക്കെയോ സമയത്തെ സന്തോഷത്തിന് വേണ്ടി നമ്മൾ പരിഹസിച്ചിട്ടുള്ള ആളുകളിലേക്ക് നമ്മുടെ പുണ്യങ്ങളെല്ലാം മടങ്ങും എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ആളുകളുമായിട്ടുള്ള ബന്ധം, നമ്മൾ പരിശുദ്ധ റമദാനിലേക്ക് കടക്കുമ്പോൾ ചിലപ്പോൾ ഏതൊക്കെയോ സമയത്ത് ഏതൊക്കെയോ വാക്ക് തർക്കത്തിന്റെ പുറത്ത് ബന്ധങ്ങൾ ഇല്ലാതാക്കിയ ആളുകളുണ്ടാവും. സഹോദരന്മാരായിരിക്കും, ഒരു വാപ്പാക്കുമാർക്കും ഉണ്ടായതായിരിക്കും. പക്ഷെ ഏതൊക്കെ ചില വഴിത്തിറക്കത്തിന്റെ പുറത്ത്, ഏതൊക്കെ ചില ബിസിനസ് പ്രശ്നങ്ങളുടെ പുറത്ത്, കച്ചവട പ്രശ്നങ്ങളുടെ പുറത്ത് ഇന്നും മിണ്ടാതിരിക്കുന്ന, വർഷങ്ങളായിക്കൊണ്ട് മിണ്ടാതിരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഈ റമദാനോടുകൂടി നമുക്കത് മാറ്റാൻ കഴിയണം. റമദാനെ മുൻനിർത്തി അതിൽ എന്താണോ നമുക്ക് മാറ്റത്തിന് സാധ്യമാവുന്ന കാര്യങ്ങൾ, അതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കണം. നമ്മളാൽ പരിഹസിക്കപ്പെട്ടിട്ടുള്ള, നമ്മളാൽ പ്രയാസപ്പെട്ടിട്ടുള്ള ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ നമ്മൾ അവരുടെ അടുത്തേക്ക് പോകണം. ഇന്നിപ്പോൾ ഒരു ട്രെൻഡ് ഉണ്ട്, നമ്മൾ റമദാനോട് എടുക്കുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ 2 ദിവസം മുമ്പ് നമ്മളൊരു സ്റ്റാറ്റസ് ഇടും, നമ്മൾ വാട്സപ്പിലൊരു സ്റ്റാറ്റസ് ഇടും. ഏതെങ്കിലും അർത്ഥത്തിൽ എന്തെങ്കിലും തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളെനിക്ക് പൊരുത്തപ്പെട്ട് തരണം, അതുകൊണ്ടെല്ലാം അങ്ങോട്ട് തീരും എന്നുള്ള വിചാരമാണെങ്കിൽ ഉണ്ടാവില്ല. മനുഷ്യന്മാരായിട്ടുള്ള പ്രശ്നമാണെങ്കിൽ, നിങ്ങളാൽ പരിഹസിക്കപ്പെട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, ആളുകളുണ്ടെങ്കിൽ അവരുടെ അടുത്തേക്ക് പോകണം, അവരുടെ അടുത്ത് പൊരുത്തത്തെ തടണം. എങ്കിൽ മാത്രമാണ് ആളുകളുമായിട്ടുള്ള ബന്ധം നന്നാക്കിക്കൊണ്ട് റമദാനിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് കഴിയാം. ഭാര്യ ഭർത്താക്കന്മാരുടെ പ്രശ്നങ്ങൾ ഉണ്ടാവും, ഏതൊക്കെ അർത്ഥത്തിലുള്ള ഈഗോ ക്ലാഷുകളായിരിക്കും, ഏതൊക്കെയോ സമയത്ത് എന്തൊക്കെയോ ചെറിയ പ്രശ്നത്തിന്റെ പേരിലുള്ള തെറ്റുകുറ്റങ്ങളായിരിക്കും, അതിന്റെ പേരിൽ ഇന്നും മിണ്ടാത്ത ആളുകൾ ഉണ്ടാവും. ഭാര്യ ഭർത്താക്കന്മാരെ പറ്റി ഖുർആൻ പറയുന്നത് പരസ്പരമായ വസ്ത്രങ്ങളാണ് എന്നുള്ളതാണ്. അത്രത്തോളം അടുത്തിടപഴകേണ്ട, അത്രത്തോളം രഹസ്യങ്ങൾ അറിയുന്ന ആളുകളാണെന്നാണ്. ആ ആളുകൾ, അത്രത്തോളം ചേർന്ന് പ്രവർത്തിക്കേണ്ട ആളുകൾ ഇന്നും തെറ്റിക്കഴിയുന്നുണ്ടെങ്കിൽ, ഇന്നും പ്രശ്നങ്ങളാൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് റമദാനിലേക്ക് പ്രവേശിക്കണമെങ്കിൽ, നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള റമദാൻ കിട്ടണമെങ്കിൽ അതിൽ നമ്മൾ മാറ്റം കൊണ്ടുവരേണ്ടി വരും. ആ പ്രശ്നങ്ങൾ നമ്മൾ മാറേണ്ടി വരും, ആ പ്രശ്നങ്ങൾ നമ്മൾ പറഞ്ഞു തീർക്കേണ്ടി വരും. പറഞ്ഞു വരുന്നത് റമദാനിലേക്ക് അത് ഏറ്റവും മനോഹരമായിട്ടുള്ള ഒന്നായിട്ട് നമ്മൾ മാറ്റണമെങ്കിൽ, നേരത്തെ നമ്മൾ നമസ്കാരങ്ങളെ പറ്റി പറഞ്ഞ പോലെ, എൻ്റെ ഈ നമസ്കാരം അത് സ്വീകരിച്ചു എന്ന് തോന്നുന്ന പോലെ ഈ റമദാൻ എനിക്ക് ഏറ്റവും നല്ലതാണ്.
ഈ റമദാനിന്റെ പല നോമ്പുകളും ഞാൻ ചെയ്തിട്ടുള്ള പല ഇബാദത്തുകളും അള്ളാഹ് സ്വീകരിക്കാൻ സാധ്യതയുണ്ട് എന്ന് നമുക്ക് തോന്നണമെങ്കിൽ ആദ്യം പറഞ്ഞ കാര്യങ്ങളിലൊക്കെ നമ്മൾ കൃത്യത പുലർത്തണം, നമുക്ക് തക്കതുണ്ടാകണം, നമ്മൾ ദിക്ർ നിലനിർത്തണം. മറ്റുള്ള ആളുകളുമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യണം, ആ പ്രശ്നം പരിഹരിക്കപ്പെടണം എന്നുള്ളതാണ്. ഏറ്റവും അവസാനമായിട്ട് നല്ല ആളുകളുമായിട്ട് ബന്ധം ഉണ്ടാക്കുക. നല്ല ആളുകളുമായിട്ട് ബന്ധം ഉണ്ടാക്കുക, നല്ല വലയങ്ങൾ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ഈമാൻ നിലനിർത്തും. ഇപ്പൊ നമ്മളൊക്കെ ആലോചിക്കുന്നത്, എനിക്കത്ര നല്ലൊരു വലയം കിട്ടിയിട്ടില്ല, എൻ്റെ ഒപ്പമുള്ള ആളുകൾ അത്ര നല്ല ആളുകളൊന്നുമല്ല എന്നാണ് നമ്മൾ ചിന്തിക്കുക. എന്നാൽ നമ്മുടെ കൂടെയുള്ള ആളുകൾക്ക് നമ്മൾ നല്ലൊരാളാണോ എന്നൊന്ന് ചിന്തിച്ചു നോക്കുക. എൻ്റെ കൂടെയുള്ള ആൾക്കാരൊക്കെ മോശമാണെന്നുള്ളത് ഏകദേശമൊക്കെ നമ്മൾ ചിന്തിച്ചു വെച്ചിട്ടുണ്ടാവും. പക്ഷെ ആ കൂടെയുള്ള ആളുകൾക്ക് അവർക്ക് ഉപകാരപ്പെടുന്ന, അവർക്ക് ദീന് പറഞ്ഞു കൊടുക്കുന്ന, അല്ലെങ്കിൽ ധാർമ്മികമായിട്ട് ചിന്തകൾ കൊടുക്കുന്ന ആളാണോ നമ്മൾ? ചിലപ്പോൾ ചില വലയങ്ങൾ ഉണ്ടാവും, വളരെ പരദൂഷണ വലയക്കാരൻ. ആ പരദൂഷണ വലയം സംഭവിക്കുന്നത് നമ്മൾ പോകുന്നതോടുകൂടിയായിരിക്കും. അത്രയും നേരം ചിലപ്പോൾ ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല, ആരെ കുറിച്ചും ഒരു കുറ്റവും പറഞ്ഞിട്ടുണ്ടാവില്ല. നമ്മൾ പോകുന്നതോടുകൂടി ഒരുപാട് തെറ്റുകൾ ചെയ്യുന്ന, നമ്മുടെ അമലുകളൊക്കെ ബാത്തിലാകുന്ന ഒരുപാട് വർത്തമാനങ്ങൾ പറയുന്നുണ്ടാവും. നമ്മൾ വിചാരിക്കും, ഈ വലയം എന്തോ പ്രശ്നമാണ്, ഈ സുഹൃത്തുക്കൾ എന്തോ പ്രശ്നമാണ്. ആ സുഹൃത്തുക്കളല്ല പ്രശ്നം, നമ്മളാണ് പ്രശ്നം. അപ്പൊ സുഹൃത്തുക്കളെ നന്നാക്കുന്നതിനപ്പുറത്തേക്ക് നമ്മൾ ഏറ്റവും നല്ല സുഹൃത്തുക്കളാണോ? നമ്മളിരിക്കുന്ന സദസ്സുകളിൽ ഏറ്റവും നല്ല സംസാരങ്ങൾ സംസാരിക്കാനാണോ നമ്മൾ ആഗ്രഹിക്കുന്നത്? അല്ലെങ്കിൽ ബാങ്കിന്റെ വിളി കേട്ട് കഴിഞ്ഞാൽ ആളുകളെ പള്ളിയിലേക്ക് ക്ഷണിക്കുന്ന ആളാണ് നമ്മൾ, അല്ല അതിനപ്പുറത്തേക്ക് കുറച്ചുകൂടി കഴിയട്ടെ എന്ന് അങ്ങോട്ട് പറയുന്ന ആളുകളാണോ? പരിശുദ്ധ റമദാനാണ് വരുന്നത്. തറാവീഹ് എന്ന് പറയുന്ന ഒരു ഇബാദത്ത് നമ്മുടെ മുന്നിലുണ്ട്. തറാവീഹിനെ ഇന്ന് വളരെ ട്രെൻഡോട് കൂടിയാണ് സോഷ്യൽ മീഡിയകളൊക്കെ കാണുന്നത്. എന്താണ്, തറാവീഹിന്റെ സമയത്ത് മാത്രം തുറന്ന് പ്രവർത്തിക്കുന്ന ധാരാളം ഷോപ്പുകൾ എന്നുണ്ട്. വ്യത്യസ്തരമായ വിഭവങ്ങൾ ആ സമയത്ത് കൊടുക്കുന്നതുണ്ട്. നമ്മുടെ മക്കൾ തറാവീഹിലേക്ക് തന്നെയാണോ എത്തിച്ചേരുന്നത്? അല്ലെങ്കിൽ ഈ അർത്ഥത്തിലുള്ള ട്രെൻഡുകളുടെ പിന്നാലെയാണോ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്, എന്നുള്ളത് നമ്മൾ ചോദിക്കേണ്ടതുണ്ട്. ഈ പറയുന്ന ഇൻസ്റ്റഗ്രാം ട്രെൻഡ്, ഈ റീൽ ട്രെൻഡ്, ഇതിലേക്ക് ഒതുങ്ങിക്കൂടി കിടക്കുന്ന ആളുകളാണോ നമ്മുടെ മക്കൾ? തറാവീഹിൻ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മക്കൾ എത്തിച്ചേരുന്നത് പള്ളിയിലേക്ക് തന്നെയാണോ? അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ അത് അള്ളാഹുവിന്റെ മാർഗത്തിൽ തന്നെയാണോ? ഇന്ന് ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുന്നത് മറ്റുള്ളവരെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും എല്ലാവരെയും അറിയിക്കണം. എന്ത് ചെയ്താലും, എന്ത് ഭക്ഷണം കഴിച്ചാലും, ഏത് സ്ഥലത്ത് പോയാലും അത് സോഷ്യൽ മീഡിയയിൽ ഇടണം. അത് എത്ര ആളുകൾ കണ്ടു എന്ന് നിരന്തരം നമ്മൾ നോക്കും. ഓരോ ആൾ കൂടുതൽ കാണുന്നതോടുകൂടി നമ്മുടെ സന്തോഷം വർദ്ധിക്കും. നമ്മൾ അതിലാണോ സന്തോഷം കാണേണ്ടത്? മറ്റുള്ളവർ കാണുന്നു എന്നുള്ളതിലാണോ നമ്മൾ സന്തോഷം കണ്ടെത്തേണ്ടത്? അതോ അള്ള ഇത് കാണുന്നുണ്ട്, അള്ളാന്റെ മാർഗത്തിലാണ് ഞാൻ ഇത് ചെയ്തത്, അള്ളാന്റെ മാർഗത്തിലാണ് ഞാൻ ഈ നമസ്കാരം നിർവഹിച്ചത് എന്നതിലാണോ നമ്മൾ സന്തോഷം കണ്ടെത്തേണ്ടത്? നമ്മുടെ മക്കൾ ഏതിലാണ് സന്തോഷം കണ്ടെത്തുന്നത് എന്ന് നമ്മൾ അന്വേഷിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഏറ്റവും നല്ല ബന്ധങ്ങൾ ഉണ്ടാകുക എന്ന് പറയുന്നത് നമ്മുടെ ഈമാനെ വർദ്ധിപ്പിക്കുന്നതിൽ പ്രധാനപ്പെട്ട ഒന്നാണ്. ഈ 5 കാര്യങ്ങൾ തഖ്വ ഉണ്ടാകുന്നതോടുകൂടി, ദാക്കരിയങ്ങളാവുന്നതോടുകൂടി, ഇൽമ ഉണ്ടാവുന്നതോടുകൂടി, മറ്റുള്ളവരുമായി നല്ല ബന്ധം നിലനിർത്തുന്നതോടുകൂടി നമ്മുടെ ഈമാൻ വർദ്ധിക്കും. അങ്ങനെ ഈമാൻ വർദ്ധിക്കുന്നവരുടെ കൂട്ടത്തിലാണ് നമ്മൾ എത്തിപ്പെടേണ്ടത്. പരിശുദ്ധ റമദാൻ മുന്നോട്ട് വരുമ്പോൾ ഒരുപാടധികം പ്ലാനുകൾ നമുക്കുണ്ടാവും. എൻ്റെ സുന്നത്ത് നമസ്കാരങ്ങൾ അധികരിപ്പിക്കണം. പല നമസ്കാരങ്ങളും എനിക്ക് ജമാഅത്തായിട്ട് കിട്ടാറില്ല, എന്നാൽ ഈ റമദാനെ മുൻനിർത്തിക്കൊണ്ട് എനിക്ക് ഫർദ് നമസ്കാരങ്ങളൊക്കെ ജമാഅത്തായിട്ട് ലഭിക്കണം എന്നുള്ള പല ചിന്തകൾ നമുക്കുണ്ടാവും, എന്നുള്ള ആലോചനകൾ നമുക്കുണ്ടാവും. എൻ്റെ ഖിറാഅത്ത് വളരെ കുറവാണ്, എൻ്റെ ഖുർആൻ പാരായണം ഞാൻ ആഴ്ചകളിൽ 1-2 ദിവസങ്ങളാണ് ഞാൻ ഖുർആൻ തുറന്നു നോക്കുന്നത്. അതിനപ്പുറത്തേക്ക് 1 അല്ലെങ്കിൽ 2, 3 ഖത്തമൊക്കെ തീർക്കണം എന്ന് ആലോചിക്കുന്ന ആളുകൾ ഉണ്ടാവും. ഖുർആനുമായിട്ടുള്ളൊരു ബന്ധമുണ്ടാക്കുക എന്നുള്ളത്
അത് ശഅബാനിൽ തന്നെ നമ്മൾ തുടങ്ങേണ്ടതാണ്. നമ്മളെല്ലാവരും പറയാറുള്ളത് നമുക്ക് സമയമില്ല എന്നുള്ളതാണ്. നമുക്ക് സമയമില്ല. ഫലസ്തീനില് 9 വയസ്സായ മറിയം എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയോട്, ആ പെൺകുട്ടിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ പെൺകുട്ടിയുടെ ഉപ്പ, ഉമ്മ, സഹോദരങ്ങളെല്ലാം ഷഹീദായിരിക്കുകയാണ്. ആ കുട്ടിയോട് ചോദിക്കുന്നുണ്ട്, ഹേ മറിയം, നിങ്ങൾ എങ്ങനെയാണ് സമാധാനം കണ്ടെത്തുന്നത്? നിങ്ങൾ എങ്ങനെയാണ് സമാധാനം കണ്ടെത്തുന്നത്? നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. നമ്മുടെ വാപ്പയും ഉമ്മയും അല്ലെങ്കിൽ നമ്മുടെ മക്കൾ, നമുക്ക് താങ്ങായി നിന്നിരുന്ന ആളുകളൊക്കെ മരണപ്പെടുമ്പോൾ നമ്മൾ എങ്ങനെയാണ് സമാധാനം കണ്ടെത്തുന്നത്? ആ കുട്ടി പറയുന്നൊരു മറുപടി ഉണ്ട്, ഞാൻ എല്ലാ ദിവസവും 6 ജുസ് പാരായണം ചെയ്യും. എല്ലാ ദിവസവും 6 ജുസ് പാരായണം ചെയ്യും. ഒരു കുട്ടി സമാധാനം കണ്ടെത്തുന്ന രീതിയാണ് ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട്. നമ്മൾ എങ്ങനെയാണ് സമാധാനം കണ്ടെത്തുന്നത്? നമ്മൾ സമാധാനം കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ഉപാധികൾ എന്തൊക്കെയാണ്? എന്തൊക്കെ മെത്തേഡാണ് നമ്മൾ സ്വീകരിക്കുന്നത്? നമ്മൾ കുറെ ആൾക്കാർ കുറെ പാട്ട് കേൾക്കും, അല്ലെങ്കിൽ കുറെ ആൾക്കാരോട് ഇങ്ങനെ കുറെ വർത്താനം പറയും. എന്നാൽ ഖുർആനുമായി ഇരുന്നുകൊണ്ട് അള്ളാഹുവിന്റെ കലാമായിട്ടുള്ള ഖുർആനിലൂടെ പറയുന്നത് കേട്ടിട്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് അതിന്റെ തഫ്സീർ വായിച്ചുകൊണ്ട് അതിലൂടെ സമാധാനം കണ്ടെത്താൻ, എൻ്റെ നാഥൻ ഈ പറയുന്നതൊക്കെ എന്നോടാണ് എന്നുള്ള ബോധ്യം ഉണ്ടാക്കിയെടുത്ത് അതിലൂടെ ഒരു സന്തോഷം കണ്ടെത്താൻ, അതിലൂടെ ഒരു സമാധാനം കണ്ടെത്താൻ നമ്മൾക്ക് കഴിയുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഫലസ്തീനിൽ ആ കുട്ടി ജീവിക്കുന്ന സാഹചര്യം എന്ന് പറയുന്നത് രാവിലെ എഴുന്നേൽക്കുമോ എന്നുള്ള ബോധ്യമല്ല. രാവിലെ എഴുന്നേൽക്കുന്നത് തന്നെ അത് മിസൈലുകളുടെയും ബോംബുകളുടെയും ശബ്ദം കേട്ടിട്ടാണ്. രാവിലെ ഭക്ഷണം കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയില്ല. നമ്മളെങ്ങനെയാണ് എഴുന്നേൽക്കുന്നത്? വളരെ സന്തോഷത്തോടു കൂടിയാണ് എഴുന്നേൽക്കുന്നത്. ഭക്ഷണമുണ്ട് എന്നുള്ള ബോധ്യം നമുക്കുണ്ട്, എല്ലാവിധ സൗകര്യങ്ങളുണ്ട്, കൃത്യമായിട്ടുള്ള പള്ളിയുണ്ട്. ഈ സാഹചര്യത്തിൽ നമ്മൾ പള്ളികളോടൊക്കെ അടുത്തിടപഴകുന്ന, തറാവീഹിന് വേണ്ടി പള്ളിയിലേക്ക് പോകുന്ന, അല്ലെങ്കിൽ നോമ്പെടുക്കാൻ ഭക്ഷണമുള്ള, നോമ്പ് തുറക്കാൻ ഭക്ഷണമുള്ള ഒരു സാഹചര്യത്തിൽ നിന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ അവിടെ പള്ളിയില്ല, തറാവീഹ് നമസ്കരിക്കാൻ ഒരുമിച്ച് കൂടാൻ ഇടയില്ല. രാവിലെ നോമ്പെടുക്കുന്നത് എങ്ങനെയാണ്? അതിന് അത്താഴം കഴിക്കാനുള്ള ഭക്ഷണമല്ല, നോമ്പ് തുറക്കാനുള്ള ഭക്ഷണമല്ല. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ജീവിക്കുന്ന ആളുകളുടെ ഈമാൻ എത്രത്തോളം ഉണ്ട്? എന്നാൽ എല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിക്കുന്ന, സാമൂഹികമായി യാതൊരു പ്രശ്നവും നേരിടാത്ത, രാഷ്ട്രീയമായി യാതൊരു പ്രശ്നവും നേരിടാത്ത നമ്മൾ എത്രത്തോളം ഈമാൻ നമ്മുടെ കയ്യിലുണ്ട്? നമ്മുടെ ഇബാദത്തുകൾ എങ്ങനെയാണ്? ഇത് വളരെയധികം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ ഇബാദത്തുകൾ, നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, അത് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമ്മൾക്ക് എത്രത്തോളം ഈമാൻ അതിൽ നിന്ന് ലഭിക്കുന്നുണ്ട്? അല്ലെങ്കിൽ നമ്മൾ സമയമില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുമ്പോൾ നമുക്ക് വേണ്ട കാര്യങ്ങൾക്കൊക്കെ നമ്മൾക്ക് സമയം കണ്ടെത്താൻ കഴിയുന്നുണ്ട്. നമുക്ക് പോകേണ്ട ഇടങ്ങളിലെല്ലാം നമുക്ക് പോകാൻ കഴിയുന്നുണ്ട്. എൻ്റെ സഹോദരികളോട്, എൻ്റെ ഉമ്മമാരോട്, എൻ്റെ സഹോദരന്മാരോട് എനിക്ക് പറയാനുള്ളത്, റമദാനിൽ കുറച്ചധികം സമയം ഖുർആന് വേണ്ടി നമ്മൾ മാറ്റിവെക്കേണ്ടതുണ്ട്. നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി, നമ്മുടെ ഖുർആൻ പാരായണത്തിന് വേണ്ടി, നമ്മുടെ നമസ്കാരങ്ങൾക്ക് വേണ്ടി കുറച്ചധികം സമയം മാറ്റിവെച്ച് മതിയാവും. റമദാൻ എന്ന് പറയുന്നത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അത് ഉച്ച മുതൽ രാത്രി വരെ നീണ്ടു നിൽക്കുന്ന അടുക്കളയിലുള്ള ഒരു യുദ്ധമാണ്. എന്നാൽ അതിനപ്പുറത്തേക്ക് അതിന് ചില മാറ്റങ്ങൾ കുടുംബമായി ഇരുന്നുകൊണ്ട് ചിന്തിക്കുകയും, നമ്മുടെ വ്യക്തിപരമായി ചെയ്യുന്ന നമ്മുടെ ഭർത്താക്കന്മാർ, നമ്മുടെ മക്കൾ എല്ലാം അവരുടെ ഇബാദത്തുകൾ, അവരുടെ ഖുർആൻ പാരായണങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യുമ്പോൾ നമ്മൾ അടുക്കളയിലേക്ക് ഒതുങ്ങി നിൽക്കുകയാണ്. നമ്മൾ ഒരുപാട് ഭക്ഷണങ്ങൾ ഉണ്ടാക്കുകയാണ്. നോമ്പ് കാലത്തെ കുറിച്ച് പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. എന്താണ്? വൈകുന്നേരങ്ങളിൽ ഒരുപാട് ഭക്ഷണം കഴിക്കാം, പുതിയ പുതിയ വിഭവങ്ങൾ കഴിക്കാം. എന്നാൽ നോമ്പിനെ വിഭവങ്ങൾക്കപ്പുറത്തേക്ക് ഈമാൻ വർദ്ധിപ്പിക്കാനുള്ള, നമ്മുടെ പഴയ മോശം ശീലങ്ങളെ മാറ്റിയെടുക്കാനുള്ള ഒരു മാസമായിട്ട് നമ്മൾ കാണുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അത്തരത്തിൽ ചിന്തിക്കുന്ന, അത്തരത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകേണ്ട നല്ലൊരു റമദാനായി അല്ലാഹു തആല ഈ റമദാനെ മാറ്റുമാറാകട്ടെ. ഈ ശഅബാനിൽ നമ്മൾ എത്തിച്ചതുപോലെ പരിശുദ്ധമായ റമദാനിലേക്കും നമ്മെ എത്തിക്കുമാറാകട്ടെ. നമ്മുടെ ആയുസ് വരുന്ന റമദാനിലേക്ക് നീട്ടിത്തരുമാറാകട്ടെ.
നമ്മളിൽ നിന്ന് വന്നുപോയിട്ടുള്ള ചെറുതും വലുതും രഹസ്യവും പരസ്യവുമായിട്ടുള്ള എല്ലാവിധ തെറ്റുകുറ്റങ്ങളും നാം നമ്മളെ വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറട്ടെ. ഈ റമദാനോടുകൂടി ഈ റമദാനിൽ നമുക്ക് വേണ്ടി ഓപ്പൺ ആക്കപ്പെടുന്ന, തുറക്കപ്പെടുന്ന റയ്യാൻ എന്ന കവാടത്തിലൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ആളുകളായി അല്ലാഹു തആല നമ്മെ മാറ്റുമാറാകട്ടെ. പല ആളുകളോടും മോശമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാകും. അതൊക്കെ അവരോട് സംസാരിച്ചുകൊണ്ട് ഏറ്റവും നല്ല മനുഷ്യരായിക്കൊണ്ട് റമദാനിലേക്ക് പ്രവേശിക്കുന്ന ആളുകളായി അല്ലാഹു തആല നമ്മെ മാറ്റുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.